വിഷയത്തിൽ നിങ്ങളിൽ എല്ലാവരെയും ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് എല്ലാവരും പ്രസവം കഴിഞ്ഞ് 10-15 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് പ്രസവാനന്തര ശുശ്രൂഷകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരിക്കലും ശരിയായ രീതിയിൽ പ്രസവം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞാൽ നമുക്ക് കുറേശ്ശെ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ എണ്ണ തേപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൃത്യമായ രീതിയിലുള്ള അവരുടെ സ്റ്റിച്ചിങ് കെയർ, കുഞ്ഞുങ്ങളുടെ ബിലോറി ചെക്ക്, അതുപോലെ തന്നെ കുഞ്ഞിനെ വെയിറ്റ്, അമ്മയുടെ മുലപ്പാൽ ശരിയായ രീതിയിൽ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി നോക്കുന്നത്. ഇതൊക്കെയാണ് 5ന്റെ അന്ന് നമ്മൾ പെൺകുട്ടികൾക്ക് മരുന്ന് കൊടുക്കാൻ പറയുന്നത്. കാരണം 5ന്റെ അന്ന് മരുന്ന് കൊടുക്കാൻ പറയുന്നതിന് ഏറ്റവും ശരിയായ ഘടന എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ ഡയറ്റീഷ്യൻ. പെൺകുട്ടിയുടെ ഡയറ്റീഷ്യൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കുഞ്ഞിന്റെ പാല് വർദ്ധിക്കാനുള്ള കാര്യങ്ങളുമല്ല. നമ്മൾ ഈ ഒരു കാര്യങ്ങൾ 15 ദിവസം കഴിഞ്ഞ് ചെയ്യാമെന്ന് പറയുന്നത് പെൺകുട്ടിയുടെ ശരീരത്തിലുള്ള നീരുകൾ കൂടാനുള്ള ചാൻസുകൾ കൂടുതലാണ്. സോ സൂൺ ആഫ്റ്റർ 5th ഡേ നമ്മൾ കൃത്യമായ ചികിത്സ സ്റ്റാർട്ട് ചെയ്യണം. ഒരിക്കലും കുറേ ലേഹ്യങ്ങൾ കഴിപ്പിക്കുക, കുറേ തൈലങ്ങൾ യൂസ് ചെയ്യുക, ഇതൊന്നല്ല നമ്മൾ ചികിത്സ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാം കൊണ്ടും അവരുടെ വെൽബീയിങ്, ഫുൾ ഹെൽത്ത് റെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ നമ്മൾ 5th ഡേ ഓൺവേർഡ്സ് യു ക്യാൻ കം ഹിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പല ആളുകളും 15 ദിവസം 20 ദിവസമൊക്കെ കഴിഞ്ഞ് വെറുതെ 10 ദിവസത്തെ ചികിത്സ എടുത്തിട്ട് പോകുന്നവരാണ് ഒട്ടുമിക്ക ആളുകൾ. സോ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ തയ്യാറാക്കുന്നത്. കാരണം നമ്മൾ ഈ 5 ദിവസം കഴിഞ്ഞാലും ഒരുപാട് പേർക്ക് സ്റ്റിച്ചിന്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. കൃത്യമായി സ്റ്റിച്ച് ഉണങ്ങാതെയാണ് 10-20 ദിവസം കഴിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. സോ ഈ 5ാമത്തെ ദിവസങ്ങളിൽ നിങ്ങളിവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് പരിപൂർണമായ സ്റ്റിച്ചിന്റെ കെയർ കിട്ടുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ അവരുടെ വെയിറ്റ് ഗെയിൻ്റെ കാര്യങ്ങൾ ഒന്നരാടം കൂടുമ്പോൾ നമ്മൾ അവരുടെ വെയിറ്റ് ചെക്ക് ചെയ്യും. അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് അമ്മയെ അസസ് ചെയ്യാം. അമ്മയുടെ മുലപ്പാലിന് എന്തെങ്കിലും കുറവുണ്ടോ എന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് മുലപ്പാൽ കൂട്ടാനുള്ള ഭക്ഷണ രീതികൾ, മരുന്നുകൾ എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതുപോലെ തന്നെയാണ് അമ്മയുടെ വേദന ഒരുപാട് പേര് നീരുമായിട്ട് വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ നീരിനെ നിർവഹിക്കുക. വാട്ട് ഈസ് ദ പേഷ്യന്റ് ഫസ്റ്റ് പേഷ്യന്റ് വന്നിട്ട് അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ ഒരു പെൺകുട്ടി വന്നിട്ട് പറയുന്ന സിംറ്റംസ് അല്ലെങ്കിൽ അവർ പറയുന്ന അവരുടെ അതിനുള്ള മെഡിസിൻസ് ആണ് അല്ലെങ്കിൽ ചികിത്സയാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്കത് ഒരു രസായന പോലെ പിന്നീട് എണ്ണത്തിൽ സ്റ്റാർട്ട് ചെയ്യാം. സോ ഒരാളും 10-20 ദിവസം കഴിഞ്ഞിട്ട് ഡെലിവറി ആഫ്റ്റർ ഡെലിവറി എന്ന് പറഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞ് ചെയ്യുന്നതാണ് അത് സൂൺ ആഫ്റ്റർ